പടമലത്തിറങ്ങിയ കൊലയാളി ആനയെ തേടിയുള്ള റിപ്പോർട്ടർ വാർത്താ സംഘത്തിന്റെ അന്വേഷണം എത്തിനിന്നത് മണ്ണുണ്ടി ആദിവാസി കോളനിയിലാണ്. കോളനിയുടെ പിന്നിൽ നിലയുറപ്പിച്ച 2 ആനകൾ റിപ്പോർട്ടറിന്റെ ക്യാമറ കണ്ണിൽ പതിഞ്ഞു. 1 മണിക്കൂറിലേറെയാണ് ജനവാസ മേഖലയിൽ ആനകൾ നിലയുറപ്പിച്ചത്. ചേലൂർ മേഖലയിൽ നിന്ന് മണ്ണുണ്ടി ആദിവാസി കോളനിയിലേക്ക് ആന നീങ്ങിയെന്ന വിവരത്തെ തുടർന്നായിരുന്നു റിപ്പോർട്ടർ TV വാർത്താ സംഘം മണ്ണുണ്ടിയിലേക്ക് തിരിച്ചത്. 7 കിലോമീറ്ററോളം രാത്രി വനത്തിലൂടെ സഞ്ചരിച്ച പുലർച്ചെയോടെ ചേലൂരിൽ ഞങ്ങളെത്തി. കോളനിക്ക് സമീപമുള്ള വനമേഖലയിൽ ആനയുണ്ടെന്നും ട്രൈബൽ പ്രൊമോട്ടർ മുന്നറിയിപ്പ് തന്നിരുന്നുവെന്നും കോളനി നിവാസികൾ ഞങ്ങളോട് പറഞ്ഞു. ഒരു 11 മണിയായിട്ടുണ്ടാവും. അത് ഒരു ചെറിയൊരു കരച്ചിലും നമ്മുടെ വീടിന്റെ തൊട്ട് മുകളിൽ. അത് പിന്നെ സൗണ്ട് കെട്ടി വന്നത് ഇങ്ങോട്ടേക്കാ. സൗണ്ട് കെട്ടി വന്നേ പിന്നെ അങ്ങോട്ടാ പോയെന്നറിയില്ല. ഇന്ന് രാവിലെ ആരാ പറഞ്ഞത് ആന ഉണ്ട് ഇങ്ങോട്ട് വരണ്ടെന്നൊക്കെ പറഞ്ഞാരാ? പണിക്ക് അത് ഒരു പ്രൊമോട്ടർ. അത് രണ്ടായിട്ടുള്ളവരാണ്. ഇവിടെ ഈ മേഖലയിലൊക്കെ ഈ തൊഴിലുറപ്പ് ജോലിക്കാരൊക്കെ ഉള്ളതല്ലേ? ഉണ്ട്. ഇന്നില്ല, അവർക്ക് ആനയ്ക്ക് പേടിച്ചിട്ട് ഇല്ല. ചാലികത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു എളുപ്പമായി ഏകദേശം നടന്നു വരികയാണ്. എത്ര ദൂരം ഉണ്ടാവും? ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. അത്രേ ഉള്ളൂ. അത് മെയിൻ റോഡിലൂടെ? മെയിൻ റോഡ് കൂടെ അല്ല, വനത്തിന് ഉള്ളിൽ കൂടെ തന്നെ വരാം. വനത്തിനുള്ളിൽ കൂടെ ആനക്കൊക്കെ വരാൻ സൗകര്യമുണ്ട്. കോളനിക്ക് പിന്നിൽ വനാതിർത്തിയോട് ചേർന്നുള്ള ചതുപ്പ് പ്രദേശത്ത് ആനയുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന സൂചനയെ തുടർന്ന് ഞങ്ങൾ അവിടെ എത്തി. 200 മീറ്റർ മാത്രം അകലെയായി കോളനിക്ക് തൊട്ടുപുറകിൽ ആനയെ ആദ്യം കണ്ടു. മറ്റൊരാന കൂടി അവിടെയുണ്ടായിരുന്നു. പൊന്തക്കാടുകൾ നിറഞ്ഞു നിൽക്കുന്നതിനാൽ ആനയെ പൂർണ്ണമായും കാണാനായില്ല. ബേലൂർ മഗ്നയാണോ എന്ന് ഉറപ്പാക്കാൻ 1 മണിക്കൂറോളം കാട്ടാനയുടെ ദൃശ്യങ്ങൾ പകർത്തി. വെയിൽ കനത്തതോടെ കാട്ടാന ഉൾവനത്തിലേക്ക് കയറി. നരിവേങ്ങ പുഞ്ചവയൽ വനമേഖലയിലൂടെ ചെമ്പകപ്പാറയിലെ കർണാടക വനത്തിലേക്ക് ആന എത്താൻ സാധ്യതയുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഉൾക്കാടുകളിലേക്ക് പ്രവേശിക്കുന്നത് സുരക്ഷിതമല്ലാത്തതുകൊണ്ട് പ്രദേശത്ത് നിന്ന് ഞങ്ങൾ മടങ്ങി. ഞങ്ങൾ കണ്ട ആന ബേലൂർ മഗ്നയാണോ എന്ന് വ്യക്തമല്ല. പക്ഷേ കാടിറങ്ങിയുള്ള ആനകളുടെ സഞ്ചാരം ജനങ്ങളെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ്. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.